സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ എറണാകുളവും പാലങ്ങി 2 സ്വർണം വീതം നേടി പാലക്കാടും എറണാകുളവും മുന്നേറുന്നു. കായികോത്സവത്തിലെ ആദ്യ സ്വർണം എറണാകുളം ജില്ലയാണ് നേടിയത്. സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്ററിൽ കോതമംഗലം മാർബേസിലെ ബിബിൻ ജോർജാണ് ആദ്യ സ്വർണം നേടിയത്. പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ദേശീയ റെക്കോർഡോടെ പാലക്കാട് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സി ബബിത സ്വർണം നേടി. ഒപ്പം തന്നെ പുതിയ റിസൾട്ടുകളുമുണ്ട്. മനു ചേർന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മനു, ഇതുവരെ എത്ര ഫൈനലുകൾ നടന്നു? റിസൾട്ടുകൾ എങ്ങനെയാണ്? ഇന്ന് നടക്കാനിരിക്കുന്ന ആവേശകരമായ മത്സരങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും സൗമ്യ, വളരെ ആവേശകരമായ രീതിയിൽ തന്നെയാണ് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളവും പാലക്കാടും ആദ്യ നിമിഷങ്ങളിൽ തന്നെ കുതിപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇരു ജില്ലകളും 2 സ്വർണ്ണം വീതം നേടി മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. നേരത്തെ സൗമ്യ പറഞ്ഞതുപോലെ മീറ്റിലെ ആദ്യ സ്വർണ്ണം നേടിയത് ബിബിൻ ജോർജ് ആണ്. 5000 മീറ്റർ സീനിയർ ആൺകുട്ടികളിൽ 5000 മീറ്ററിൽ ബിബിൻ ജോർജിലൂടെ മാർബേസിലെ ബിബിൻ ജോർജിലൂടെ എറണാകുളമാണ് ആദ്യ സ്വർണ്ണം നേടിയത്. തൊട്ടുപുറകെ തന്നെ സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ സി ബബിതയിലൂടെ പാലക്കാട് സ്വർണ്ണം നേടി. ദേശീയ റെക്കോർഡ് മറികടന്ന PU ചിത്രയുടെ ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനത്തോടെയാണ് സി ബബിത സ്വർണ്ണം നേടിയത്. ഒപ്പം തന്നെ അനുമോൾ തമ്പി ഈ ഇനത്തിൽ മാർബേസിലെ എറണാകുളത്തിന്റെ അനുമോൾ തമ്പി വെള്ളിയും നേടി. അനുമോൾ തമ്പിയും ഈ ഇനത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പിന്നീട് 3000 മീറ്റർ ജൂനിയർ ബോയ്സിന്റെ മത്സരമായിരുന്നു. ആദർശ് ഗോപി സ്വർണ്ണം നേടിയപ്പോൾ മുഹമ്മദ് കുഞ്ഞ് വെള്ളി നേടി. പിന്നീട് 3000 മീറ്റർ ഗേൾസിലേക്ക് എത്തിയപ്പോൾ അതിൽ 3 മെഡലുകളും പാലക്കാട് തൂത്തുവാരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കല്ലടി സ്കൂളിലെ ചാന്ദിനി സ്വർണ്ണം നേടി. ഒപ്പം തന്നെ മുണ്ടൂരിലെ ആതിര വെള്ളി നേടി. PV ശൈലു പാലക്കാട് തന്നെ കല്ലടിയിലെ ആ കുട്ടി വെങ്കലവും നേടിക്കൊണ്ട് ഈ 3 മെഡലുകളും 3000 മീറ്റർ ജൂനിയർ പെൺകുട്ടികളിൽ പാലക്കാട് തൂത്തുവാരി. മറ്റൊരു പ്രധാനപ്പെട്ട ഫീൽഡിലെ ആദ്യ സ്വർണ്ണം വന്നിരിക്കുന്നു. മേഘ മറിയം ജോസാണ് സായിലെ ഷോർട്ട് പുട്ടിലൂടെ സ്വർണ്ണം നേടിയത്. മേഘ ഷോർട്ട് പുട്ടിൽ തുടർച്ചയായി നേടുന്ന 4ാമത്തെ സ്വർണ്ണമാണ് ഇന്നിപ്പോൾ ഇവിടെ ഫീൽഡിൽ പിറന്നത്. ഇനി സൗമ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 18 ഫൈനലുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ 5 ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഏറ്റവും ആവേശത്തോടെ എല്ലാവരും കാത്തിരിക്കുന്നത് 400 മീറ്ററിൻ്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഒരു മീറ്റിനെ സംബന്ധിച്ചിടത്തോളം, അത്ലറ്റിക് മീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടങ്ങളാണ് ഈ ട്രാക്കിൽ നടക്കുന്ന ഓട്ട മത്സരങ്ങൾ. അതിലെ 400 മീറ്ററിൻ്റെ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് 400 മീറ്ററിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഒരുപക്ഷെ 400 മീറ്ററിൻ്റെ ഫൈനൽ മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് കൂടി മെഡൽ പട്ടികയിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കായിക പ്രേമികളും ഒപ്പം തന്നെ കായിക അധ്യാപകരും ഒക്കെ വിലയിരുത്തുന്നത്. പ്രധാനമായും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് തന്നെയാണ് ഈ 400 മീറ്ററിൽ കോഴിക്കോടിൻ്റെ പ്രതീക്ഷയായി നിൽക്കുന്നത്. ഒപ്പം തന്നെ ത്രോ ഇനങ്ങളിലടക്കം ഇന്നിവിടെ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഫീൽഡിൽ. അത് ഈ ത്രോ ഇനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഓവറോൾ കണക്കെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെ ത്രോ ഇനങ്ങളിലെ സാന്നിധ്യം, ത്രോ ഇനങ്ങളുടെ മെഡലുകളുടെ എണ്ണം ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. കഴിഞ്ഞ തവണ ഈ ത്രോ ഇനങ്ങളിൽ നേടിയ ഒരു ആധിപത്യമായിരുന്നു എറണാകുളത്തിന് ചാമ്പ്യൻ പട്ടത്തിലേക്ക് തിരികെ എത്താനൊരു സഹായകമായത്. പ്രത്യേകിച്ചും അവരുടെ മാതിരപ്പള്ളി സ്കൂളിലെ താരങ്ങളായിരിക്കും ത്രോ ഇനങ്ങളിൽ അവർക്ക് പ്രധാനമായും സഹായകമാകുക. ഒപ്പം മാർബേസിൽ സെൻറ്റ് ജോർജ് അടക്കമുള്ള സ്കൂളുകൾ നമ്മൾ പാലക്കാടേക്ക് വരികയാണെങ്കിൽ മുണ്ടൂരുണ്ട്, കല്ലടിയുണ്ട്, പറളിയുണ്ട്. അങ്ങനെ മികച്ച സ്കൂളുകളുടെ നിരയുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് എത്തുമ്പോൾ അവിടെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ഉണ്ട്, പുല്ലുരാംപാറ അടക്കമുള്ള സ്കൂളുകൾ. അങ്ങനെ അത്തരത്തിലുള്ള പ്രതീക്ഷകളേറിയാണ് ഓരോ ജില്ലയും അവരുടെ ഈ ഒരു മീറ്റിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പ് മേളയ്ക്ക് ഔദ്യോഗികമായ പതാക ഉയർത്തുന്ന ചടങ്ങ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തി. അതിനുശേഷം ഇനി ഉച്ചയ്ക്ക് 3:30-ക്കാണ് മേളയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ വിവിധ ഇനങ്ങളിൽപ്പെട്ട മത്സരങ്ങളുടെ ഹീറ്റ്സ് ഇനങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സൗമ്യ പ്രധാനമായും ഫൈനലുകൾ പുരോഗമിക്കുന്നത് ഡിസ്കസ് അടക്കമുള്ള ത്രോ ഇനങ്ങളിലെയും ഒപ്പം തന്നെ ഹൈ ജമ്പ് മത്സരങ്ങളുടെയും ഫൈനൽ മത്സരങ്ങൾ ഇവിടെ നമുക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് സൗമ്യ പറയാൻ കഴിയുന്നത്. മനു ആണ് വിവരങ്ങൾ നൽകിയത്. ആവേശകരമായ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ. കറൻസി പ്രതിസന്ധിയെ തുടർന്ന് ട്രഷറി വഴി ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുന്നത് ഇന്നും താറുമാറായേക്കും. ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ? ഈ പറഞ്ഞതുപോലെ തന്നെ RBIക്ക് കൃത്യമായ പണം എല്ലായിടത്തും എത്തിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ സൂചിപ്പിച്ചതുപോലെ റിസർവ് ബാങ്കിന് ഇതുവരെ കൃത്യമായി നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നലെ തന്നെ ഉച്ചയോടുകൂടി ദില്ലിയിലടക്കമുള്ള പ്രമുഖ ബാങ്കുകളിലെയൊക്കെ നോട്ടുകൾ തീർന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പുലർച്ചെ മുതൽ നീണ്ട ക്യൂ ആണ് ഇന്നും ദൃശ്യമാകുന്നത്. ഈ ട്രഷറികളിലും ബാങ്കുകളിലും ആവശ്യത്തിന് ഈ ശമ്പളം വിതരണം ചെയ്യുന്നതിനുള്ള നോട്ടുകൾ ഇല്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ഇതിനെ തുടർന്നാണ് വലിയ പ്രതിസന്ധി ഇന്നും നേരിടുന്നത്. 3ാം ദിവസവും സ്വന്തം
അക്കൗണ്ടിൽ നിന്ന് ശമ്പളം പിൻവലിക്കാനാകാത്ത പ്രതിസന്ധിയിലാണ് ജനങ്ങളും ഉള്ളത്. റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, എത്രയും വേഗം നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കുമെന്നൊരു വിശദീകരണം മാത്രമാണ് റിസർവ് ബാങ്ക് നൽകുന്നത്. പ്രായോഗിക തലത്തിൽ ഇതൊന്നും ഗുണം ചെയ്യുന്നില്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിസന്ധി തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതേസമയം ഈ പഴയ 500 രൂപ നോട്ടുകൾ അത്യാവശ്യ സർവീസുകൾക്ക്, ആശുപത്രികൾക്കും ഗ്യാസ് ബില്ലടയ്ക്കുന്നതിനും ഒഴികെയുള്ള അത്യാവശ്യ സർവീസുകൾക്കൊന്നും ഇന്നു മുതൽ ഉപയോഗിക്കാനാകില്ല. പെട്രോൾ, അതോടൊപ്പം വൈദ്യുതി, വെള്ളം എന്നിവയ്ക്കായി പഴയ 500 രൂപ നോട്ടുകൾ ഇന്നു മുതൽ ഉപയോഗിക്കാനാകില്ല. ഗ്യാസിനും ആശുപത്രിക്കും ഡിസംബർ 15 വരെ പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ടോൾ പ്ലാസകളിലും പ്രവർത്തനം ഇന്നു മുതൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. ടോൾ പ്ലാസകളിലൊക്കെ സ്വീപ്പിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ധനമന്ത്രാലയം നൽകുന്ന വിശദീകരണം. അതിനാൽ ഒരു കയ്യാങ്കളിയിലേക്കും മറ്റു സംഘർഷങ്ങളിലേക്കും ടോൾ പ്ലാസകളിൽ കാര്യങ്ങൾ പോകില്ല എന്നൊരു വിശദീകരണമാണ് ധനമന്ത്രാലയം നൽകുകയും ചെയ്യുന്നത്. ഇന്നലെ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു, ജനം വലിയ ദുരന്തത്തിലാണ്, ഈ ദുരിതം അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിന് ചെയ്യാനാവുന്നത് ചെയ്യണമെന്ന് ഇന്നലെ സഹകരണ ബാങ്കുകളുടെ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ദില്ലിയിൽ ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം തുടർ അടിയന്തര നടപടികൾ എന്തെങ്കിലും റിസർവ് ബാങ്ക് പ്രഖ്യാപിക്കുമോ എന്നതും വരും മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്. സൗമ്യ. മനു, ഈ വിധത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെയാണ്. ദില്ലിയിലേക്ക് വരുമ്പോഴും മറ്റ് പ്രദേശങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? തീർച്ചയായും ദില്ലിയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജോലിക്കായി ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളാണ്. അതിനാൽ തന്നെ ഇവർക്ക് ഈ സ്വകാര്യ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ടുകളിൽ എത്തിയതിനു ശേഷം ഈ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഈ ആളുകളുമായും മറ്റും സമീപിക്കുമ്പോഴും ഇവർ ചോദിക്കുന്നതാണ്, ഈ അത്യാവശ്യ സേവനങ്ങൾക്ക്, ഈ പാൽ വാടക, വീട്ടുവാടക അടക്കമുള്ള അത്യാവശ്യ സേവനങ്ങൾക്ക് പോലും പണം നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനാൽ വലിയ പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാട്ടുകയും ഇവർ ചെയ്യുന്നത്. ബാങ്കുകളുമായി സമീപിക്കുമ്പോൾ ബാങ്കുകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, ഇവർക്കെല്ലാം, ഈ നീണ്ട ക്യൂവിലുള്ള ആളുകൾക്കെല്ലാം ഈ ആഴ്ചയിൽ 24,000 രൂപ വരെ പിൻവലിക്കാം എന്നൊരു നിർദ്ദേശം റിസർവ് ബാങ്ക് മുന്നോട്ട് വെക്കുമ്പോഴും ഇതിന് ആനുപാതികമായ നോട്ടുകൾ എത്തിച്ചിട്ടില്ല. ഇങ്ങനെയെങ്കിൽ താങ്കൾ എങ്ങനെ ഇത്രയധികം ആളുകൾക്ക് പണം നൽകുമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദില്ലിയിലടക്കം ഈ പ്രമുഖ ബാങ്കുകളെല്ലാം 24,000 രൂപ ആഴ്ചയിൽ പിൻവലിക്കാമെന്ന നിബന്ധന മാറ്റി അത് 8,000 രൂപയാക്കുകയും പിന്നീട് 4,000 രൂപയാക്കി ചുരുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും 2 മണിക്കൂറിനുള്ളിൽ തന്നെ മിക്ക ബാങ്കുകളിലും നോട്ടുകൾ തീർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. റിസർവ് ബാങ്കിന് കൃത്യമായി നോട്ടുകൾ ഈ ബാങ്കുകളിൽ എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതിന് കാരണം പുതിയ നോട്ടുകൾ വിപണിയിലേക്ക് എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് റിസർവ് ബാങ്കിലേക്ക് ഉദ്യോഗസ്ഥരുമായി ലഭിക്കുന്ന സൂചനകളും ഇതാണ്. അതായത് ഈ 6 മാസം ഏപ്രിൽ വരെയെങ്കിലും ആയാൽ മാത്രമേ ഈ പിൻവലിച്ച പഴയ നോട്ടുകളുടെ അതേ മൂല്യത്തിലുള്ള പുതിയ നോട്ടുകൾ ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്തെ നോട്ട് അച്ചടി കേന്ദ്രങ്ങളെല്ലാം 24 മണിക്കൂർ പ്രവർത്തിച്ചാൽ പോലും ഏപ്രിൽ കഴിയാതെ ഇത്രയധികം ഇതേ മൂല്യത്തിലുള്ള പുതിയ നോട്ടുകൾ വിപണിയിലേക്ക് എത്തിക്കാനാകില്ല എന്നാണ് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. അതിനാൽ 6 മാസത്തേക്ക് കൂടി ഈ പ്രതിസന്ധി ഇതേ രീതിയിൽ തുടർന്നേക്കുമെന്ന ആശങ്കാജനകമായ സൂചനകളാണ് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർ. മനു ശങ്കറാണ് ദേശീയ തലത്തിൽ പൊതുവായ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും ട്രഷറികളും ബാങ്കുകളും പലതും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എത്തിക്കാം എന്നറിയിച്ചിരുന്ന പണം ഇതുവരെയും RBI പൂർണ്ണമായും എത്തിക്കാത്തൊരവസ്ഥ ഇന്നും തുടരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വിവരങ്ങളുമായി ട്രിവാൻഡ്രത്ത് നിന്നും ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, എത്ര ട്രഷറികളാണ് നിലവിൽ പ്രതിസന്ധി നേരിടുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ RBI പറഞ്ഞ പണം ഇന്നും എത്തിക്കാത്തൊരവസ്ഥയാണോ ഉള്ളത്? സൗമ്യ, ഇന്നും തുടർച്ചയായ 3-ാം ദിനവും പെൻഷൻ ശമ്പളം വിതരണത്തിൽ കാര്യമായ പ്രതിസന്ധി തന്നെ നേരിടും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തുള്ള 222 ട്രഷറികളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്ഥാനം ആവശ്യപ്പെട്ടതിനേക്കാളും പകുതി തുക മാത്രമാണ് RBI നൽകിയിട്ടുള്ളത്. അത് പതിവ് പോലെ തന്നെ ഇന്നും 3-ാം ദിനത്തിലും വലിയ ക്യൂ തന്നെയാണ് നമുക്ക് ട്രഷറികൾക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഞാൻ നിലവിൽ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള പെൻഷൻകാരുടെ ട്രഷറി കേന്ദ്രത്തിലാണ്, സബ് ട്രഷറിയിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ പല സ്ഥലങ്ങളിൽ നിന്നായി പെൻഷന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളവർ, നമുക്ക് അവരോട് തന്നെ അവരുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചോദിച്ചറിയാം. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ തിരക്കാണ്. ഇപ്പോൾ പൈസ കിട്ടും എന്തെങ്കിലും ഉറപ്പുണ്ടോ?
ഉറപ്പുണ്ടെന്ന് വെച്ചാൽ ഇന്നലെ മിനിങ്ങാന്ന് മാറ്റി അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വലിയ മെയിൻ പെൻഷൻ രജിസ്ട്രിയിൽ വലിയ കുഴപ്പമില്ല, പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷനിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് വന്നു, ടോക്കൺ കിട്ടി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം നിലവിലിപ്പോൾ ഈ നമ്മൾ ദിവസേന സംസ്ഥാനം RBIയോട് കൂടുതൽ പണം ആവശ്യപ്പെടുന്നുണ്ട് ഓരോ ദിവസത്തേക്കും. പക്ഷെ ആവശ്യത്തിനുള്ളൊരു തുക കിട്ടുന്നില്ല. അത് ഈ സിറ്റിയിലുള്ള നഗരപ്രദേശങ്ങളിലൊക്കെയുള്ള പിന്നെയും കിട്ടുന്നുണ്ട്, ഗ്രാമീണ മേഖലകളിലാണ് കൂടുതലും കിട്ടാത്തൊരവസ്ഥ. ഇവിടെ പോലും നമ്മളിപ്പോൾ നിൽക്കുന്ന ട്രഷറിയിൽ പോലും ഇവർ 2 കോടിയോളം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആ തുക കിട്ടിയിട്ടില്ല. നിലവിൽ ഇവരുടെ ട്രഷറിയുടെ പക്കലുള്ള നീക്കിയിരിപ്പ് തുക ഉപയോഗിച്ചാണ് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ പണം വിതരണം ചെയ്യുക. അതിപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല. സാധാരണ രീതിയിൽ നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടെ 9 മണിക്ക് കൊടുക്കും, ഒരു 7 വർക്കിംഗ് ഡേ 9 മണിക്ക് കൊടുക്കും. അതനുസരിച്ചാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പം തന്നെ വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ് വന്നത് എല്ലാവരും 2000 രൂപ റൗണ്ട് ചെയ്ത് എഴുതണമെന്നാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും ഈ ചില്ലറ ചെറിയ പെൻഷൻകാരാണ്. അപ്പോൾ നമ്മൾ ആ സാധാരണ എല്ലാ മാസം എഴുതുന്നത് പോലുള്ള ആ ചില്ലറയൊക്കെയാണ് എഴുതി വന്നേക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ കൊണ്ടിട്ട് വെട്ടണം, തിരുത്തണം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മുഴുക്കെ കിട്ടിയെങ്കിൽ കൊള്ളാം എന്നുള്ളതാണ്. കൂടുതലും ഈ സാധാരണ പെൻഷൻകാരാണ്. ഈ എഴുതിയ പൈസ എങ്ങനെയെങ്കിലും തരണമെന്നാണ് ഞങ്ങളെ ഒരു അഭ്യർത്ഥന. ഇതൊരു വലിയ ഒരു ബുദ്ധിമുട്ടല്ലേ സാധാരണ, അതും ചെറിയ പെൻഷൻകാർക്കൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടല്ലേ ഇതുണ്ടാക്കുന്നത്? ചെറിയ പെൻഷൻകാർക്കാണ് ഇതിൽ ഏറ്റവും വലിയ ബാധകം. വലിയ പെൻഷൻകാരൊന്നും ഇവിടെ വരുന്നില്ല. അവരൊക്കെ വീട്ടിൽ ഇരുന്ന് വേറെ വല്ലവരെയൊക്കെ കൊടുത്ത് 24,000 രൂപ എഴുതി കൊടുത്തിട്ട് അവർ വീട്ടിൽ ഇരിക്കും. നമ്മളൊക്കെ വേണ്ട, എനിക്കാണെങ്കിൽ മുട്ട് തേയ്മാനാണ്. ഇവിടെ 5 മണിക്ക് വന്നവരുണ്ട്. ഞാൻ വന്നപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. 145 എൻ്റെ ടോക്കൺ നമ്പർ. ഇപ്പോൾ ഒരു 700 ആയിട്ടുണ്ട്, 700 ആവും. അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ കൂടുതലും പ്രായമായവരും ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കുന്നവരും ആഹാരം കഴിക്കാതെ നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. അതിലിപ്പോൾ നമ്മളിപ്പോൾ സർക്കാരിനൊന്നും പറയുന്നൊന്നുമില്ല. ഇത് സർക്കാരിൻ്റെ കുറ്റമല്ല. സംസ്ഥാന സർക്കാർ കഴിവിൻ്റെ പരമാവധിയൊക്കെ വേണ്ടത് ചെയ്യുന്നുണ്ട്. പിന്നെ കേന്ദ്രം കൂടെയൊക്കെ അനുവദിച്ചെങ്കിൽ മാത്രമേ ഈ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ തീർന്നു പോവുള്ളൂ. പ്രത്യേകിച്ചും അദ്ദേഹം സൂചിപ്പിച്ച നടക്കുന്ന വലിയ അസുഖങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ എത്തുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ്? ബുദ്ധിമുട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. എൻ്റെ ടോക്കൺ നമ്പർ 75 6:45 6:45 എത്തിയപ്പോൾ 75 ടോക്കൺ നമ്പർ കിട്ടിയത്. പൈസ എന്തായിരുന്നാലും കിട്ടും, ആ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായും സൗമ്യ, ഈ രീതിയിൽ തന്നെയാണ്. രാവിലെ 5 മണി മുതലാണ് ഇവിടെ ഇപ്പോൾ പെൻഷന് വേണ്ടിയിട്ട് എല്ലാവരും എത്തിയിട്ടുള്ളത്. എന്നിട്ട് പോലും ഇതുവരെയും ഏതായാലും പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടില്ല. ഇത്രത്തോളം ഓരോ അസുഖങ്ങൾക്കിടയിൽ പോലും ഇവർ ബുദ്ധിമുട്ടി ഇവിടെ എത്തി നിൽക്കുന്നു, കാത്തു നിൽക്കുകയാണ്. ഇവിടെ ക്യൂ പോലും വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്ന ഇതുവരെയും പണം കൊടുത്തു തുടങ്ങാത്തത് കൊണ്ട് ഇവിടെ നിന്നും ആൾക്കാരുടെ എണ്ണം കൂടുന്നു മാത്രമേ നമുക്ക് കാണാനും സാധിക്കുന്നുള്ളൂ. ഏതായാലും ഇന്നും പണം ലഭിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ ട്രഷറിയിൽ എത്തുന്നവരുമുള്ളത്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിസന്ധിയുടെ 3ാം ദിവസവും പണം പൂർണ്ണമായും RBI എത്തിച്ചിട്ടില്ല. GST കൗൺസിൽ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. നോട്ടുമാറ്റം യോഗം ചർച്ച ചെയ്യും. നോട്ടുമാറ്റത്തെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന റവന്യൂ നഷ്ടമാണ് കൗൺസിൽ യോഗം വിശദമായി ചർച്ച ചെയ്യുന്നത്. നവംബർ 8 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തെ തുടർന്ന് സംസ്ഥാനങ്ങൾക്കുണ്ടായ റവന്യൂ നഷ്ടമാണ് GST കൗൺസിൽ യോഗം ചർച്ച ചെയ്യുന്നത്. ഇതാദ്യമായാണ് നോട്ടുമാറ്റം GST കൗൺസിലിന്റെ പരിഗണനയിലേക്ക് വരുന്നത്. 20 മുതൽ 30% വരെ വരുമാനത്തിൽ ഇടിവുണ്ടായെന്ന് സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൗൺസിൽ യോഗത്തിൽ കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാകും. അതിന്റെ പിൻവലിച്ച നോട്ടുകൾ കൈമാറാൻ 1 മാസം കൂടി ശേഷിക്കെ പഴയ നോട്ടുകളുടെ 90% തിരികെ എത്തിയതായാണ് റിസർവ് ബാങ്ക് കണക്കുകൾ. കള്ളപ്പണം ഇല്ലാതാക്കാനായിരുന്നു നോട്ട് നിരോധനം എന്ന വാദം പൊളിയുമ്പോൾ കറൻസി രഹിത ഇന്ത്യ എന്ന പുതിയ ന്യായമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത്. റിസർവ് ബാങ്ക് നൽകുന്ന വിവരമനുസരിച്ച് പിൻവലിച്ച 500, 1000 രൂപ നോട്ടുകളിലായി 14.18 ലക്ഷം കോടി രൂപയാണ് വിനിമയത്തിലുള്ളത്. ഇതിൽ 11 ലക്ഷം കോടി രൂപ നവംബർ 30 തിരികെ എത്തിയതായാണ് ബാങ്കിംഗ് മേഖലയിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡിസംബർ 30 വരെ നിരോധിച്ച നോട്ടുകൾ മാറിയെടുക്കാൻ ഇനിയും സമയമുണ്ട്. തിരികെ എത്തുമെന്ന് ഉറപ്പുള്ളതും സാധ്യതയുള്ളതുമായ പണത്തിന്റെ ഏകദേശം കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ കള്ളപ്പണം പിടികൂടാനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതി പാളിയെന്ന് വ്യക്തമാകും.
പ്രകൃതി ദുരന്തങ്ങളിലും പേമാരിയിലുമായി നഷ്ടപ്പെട്ട നോട്ടുകളുടെ കണക്കുകൾ ലഭ്യമല്ല. പ്രവാസികളുടെ പക്കലുള്ള നോട്ടുകളും ബാങ്കുകളിൽ തിരികെ എത്താൻ സാധ്യതയില്ല. മാറ്റിയെടുക്കാൻ അനുമതി കാത്ത് രാജ്യത്തെ സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായി കോടികളുടെ അസാധു നോട്ടുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി വിശകലനം ചെയ്യുമ്പോൾ 95% പണവും ബാങ്കുകളിൽ തിരികെ എത്തുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതോടെ കള്ളപ്പണവാദത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിഞ്ഞു തുടങ്ങി. കറൻസി രഹിത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെയാണ് നോട്ട് പിൻവലിക്കില്ലെന്നാണ് മോദി സർക്കാരിന്റെ പുതിയ വാദം. ന്യൂസ് ഡെസ്ക്. ഫിദലിന്റെ ഭൗതികാവശിഷ്ടവും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം സാന്റിയാഗോയിലേക്ക് അടുക്കുന്നു. 4-ാം തീയതിയാണ് സാന്റിയാഗോയിൽ ഫിദലിന് വേണ്ടി സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഭൗതികാവശിഷ്ടം സംസ്കരിക്കുക. സാന്റിയാഗോയിൽ നിന്ന് MA ബേബി കൈരളി പീപ്പിൾ ടിവിക്ക് വേണ്ടി നൽകിയ റിപ്പോർട്ടിലേക്ക്. ഇന്നേക്ക് 60 വർഷങ്ങൾക്ക് മുമ്പാണ് മെക്സിക്കോയിൽ നിന്നും ഗ്രാൻമ എന്ന ചെറു നൗകയിൽ പുറപ്പെട്ട ഫിഡലും റൗൾ കാസ്ട്രോയും ചെഗുവേരയും കാമില്ലോ സിയൻഫുവും എല്ലാം അടങ്ങുന്ന വിപ്ലവകാരികൾ സാന്റിയാഗോ പട്ടണത്തിനടുത്ത് തീരത്ത് ഒരു ചതുപ്പു നിലത്തിൽ ദുഷ്കരമായ സാഹചര്യത്തിൽ വന്ന് ഇറങ്ങുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. അതേ ദിവസമാണ് സാന്റിയാഗോയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതേ നഗരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഫിദലിന്റെ ഭൗതികാവശിഷ്ടവും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹവാനയിൽ നിന്ന് 800-ലധികം കിലോമീറ്റർ ദൂരമുണ്ട് സാന്റിയാഗോ ഡി ക്യൂബയിലേക്ക്. 4-ാം തീയതി രാവിലെയാണ് സാന്റിയാഗോ ഡി ക്യൂബയിൽ ഫിദലിന്റെ സ്മാരകം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് അവിടെ ക്യൂബയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും വിമോചന നായകരിൽ ഒരാളായ ഹോസെ മാർട്ടിയുടെ ഭൗതികാവശിഷ്ടം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിന് ഒപ്പം അതിനടുത്ത് ഫിദലിന്റെയും ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതായിരിക്കും. ക്യൂബയിലാകെ ജനങ്ങൾ സ്വാഭാവികമായും ദുഃഖിതരാണ്. എന്നാൽ അലമുറയിട്ടുള്ള കരച്ചിലോ അതിവൈകാരിക പ്രകടനങ്ങളോ ഒന്നും കാണാൻ കഴിയുന്നില്ല. കൈരളി പീപ്പിൾ ചാനലിന് വേണ്ടി MA ബേബിയാണ് നിങ്ങളോട് സംസാരിച്ചത്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിദൽ കാസ്ട്രോ അനുസ്മരണം സംഘടിപ്പിച്ചു. കോർപ്പറേഷന് മുന്നിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി വത്സരാജ്, CN ജയദേവൻ MP, കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോയുടെ അനാസ്ഥയെ തുടർന്ന് കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം വൈകുന്നതായി പരാതി. അക്കാദമി ബ്ലോക്കിന്റെ നിർമ്മാണത്തിൽ പുരോഗതിയുണ്ടെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിനായുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ 3 വർഷമായി തുടരുകയാണ്. കെട്ടിട നിർമ്മാണത്തിനായുള്ള ടെൻഡറും തുടർ നടപടികളും കിറ്റ്കോയുടെ വീഴ്ച കാരണം വൈകുന്നുവെന്നാണ് ആക്ഷേപം. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്ന UDF സർക്കാരിന്റെ ആശയമനുസരിച്ചാണ് കാസർഗോഡ് ഉക്കിനടുക്കിയിൽ 2013 നവംബർ 30 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. എന്നാൽ തുടർന്ന് 2 വർഷത്തിനുള്ളിൽ നടന്നത് സൈറ്റിലേക്കുള്ള റോഡ് നിർമ്മാണം മാത്രം. നല്ല മഴക്കാലത്ത് റോഡിലെ മെറ്റൽ പിന്നീട് ഒലിച്ചു പോവുകയും ചെയ്തു. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോയെ ഏൽപ്പിച്ചു. കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭം തുടങ്ങിയതിനെ തുടർന്നാണ് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന് ടെൻഡർ നടപടി പോലും സ്വീകരിച്ചത്. ഇതിനായി നബാർഡിന്റെ സഹായത്തോടെ സർക്കാർ അനുവദിച്ചത് 68 കോടി രൂപയാണ്. എന്നാൽ ഹൈദരാബാദിലെ സ്വകാര്യ നിർമ്മാണ കമ്പനിക്ക് ടെൻഡർ അനുവദിച്ചെങ്കിലും എസ്റ്റിമേറ്റിന്റെ 19% കൂടുതൽ അവർ ആവശ്യപ്പെട്ടു. ഇതിന് സർക്കാർ അംഗീകാരം ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് തുടർ നടപടികൾ സ്തംഭനത്തിലായതെന്ന് ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. ചെയർമാൻ മാഹിൻ കേളോട്ട്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിനോട് പോസിറ്റീവ് സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പുകാരി കിറ്റ്കോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ അനാസ്ഥയാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പണി ഇത്രയും വൈകുന്നത്. കഴിഞ്ഞ 10 മാസക്കാലമായി ഇവരോട് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. 10 മാസമായിട്ടും കഴിഞ്ഞ ആഴ്ചയാണ് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി
കുസാറ്റിനെ കൊടുത്തത്. കുസാറ്റ് ഇതിനെ പരിശോധന നടത്തിയിട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് വേണം ഇതിന്റെ ടെൻഡർ നടപടികൾ വീണ്ടും ആരംഭിക്കാൻ. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 25 കോടി രൂപ ചെലവിൽ ഇപ്പോൾ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പൂർണ്ണമായും യാഥാർത്ഥ്യമാകാൻ 400 കോടിയിലേറെ രൂപ വേണം. നാമമാത്രമായ ബഡ്ജറ്റ് വിഹിതവും നബാർഡ് സഹായവുമാണ് ഇതിനുള്ള ധനമാർഗം. 2015 പ്രവർത്തനം തുടങ്ങേണ്ടിയിരുന്ന കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ 2017 പോലും യാഥാർത്ഥ്യമാകുമെന്ന് കരുതാനാവില്ല. അത്യുത്തര കേരളത്തിന് സ്വന്തമായൊരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ അനന്തമായി നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥലത്തിലുള്ള അനാസ്ഥയാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം സംജാതമാക്കുന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. പീപ്പിൾ ബ്രേക്കിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വായ്പൂര് കുളത്തൂരിൽ ആരംഭിച്ച ശബരി സ്വാശ്രയ കോളേജിന്റെ സ്ഥലമെടുപ്പിലും തുടർ നടപടികളിലും വൻ അഴിമതിയെന്ന് ആക്ഷേപം. വിപണി വിലയേക്കാൾ 2 ഇരട്ടിയിലേറെ തുക നൽകിയാണ് ദേവസ്വം ബോർഡ് സ്ഥലം വാങ്ങിയതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ബോർഡിലെ ഉന്നതരുടെയും ചില ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് അഴിമതി അരങ്ങേറിയത്. ദേവസ്വം ബോർഡിൽ വൈക്കത്തുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സ്ഥലമെടുപ്പിന് ഇടനിലക്കാരനായി നിന്നത്. ശബരി ദുർഗ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് എന്ന കോളേജിന് വേണ്ടി 1,52,00,000 രൂപ മുടക്കിയാണ് ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥലം വാങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിൽ ധാരാളം സ്ഥലം വെറുതെ കിടക്കുമ്പോഴാണ് കോടികൾ മുടക്കി കോളേജിന് എന്ന പേരിൽ സ്ഥലം കണ്ടെത്തിയത്. രജിസ്ട്രേഷനും ഡോക്യുമെന്റേഷനുമായി 2,32,500 രൂപയുമടക്കം മൊത്തം 1,84,00,000 രൂപയാണ് ബോർഡിൽ നിന്ന് ചെലവഴിച്ചതും. ധനലക്ഷ്മി ബാങ്കിന്റെ വൈക്കം ശാഖയിൽ ഈ വർഷം ഫെബ്രുവരി 27-ന് പുതുക്കി നിക്ഷേപിച്ച സ്ഥിര നിക്ഷേപമായ 54 ലക്ഷവും കീഴൂർ കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിൽ നിന്ന് 20 ലക്ഷവും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് 41 ലക്ഷവും പിൻവലിച്ചാണ് സ്ഥലം വാങ്ങിയത്. സ്ഥലം വാങ്ങാനുള്ള 1 കോടി രൂപ ബോർഡ് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ബോർഡ് സെക്രട്ടറി നൽകിയ ഉത്തരവും സംശയാസ്പദമാണ്. കോളേജിനാവശ്യമായ 1.10 ഏക്കർ സ്ഥലം സമീപത്തെ ഒരു കുടുംബം സംഭാവന ചെയ്തുവെന്ന് അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഇതിനു പുറമെ വായ്പൂരിനടുത്ത് കങ്ങഴയിൽ ദേവസ്വം ബോർഡ് സ്കൂളിന്റെ 4 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുമ്പോഴാണ് കേവലം 4 കിലോമീറ്റർ അകലെയുള്ള സ്ഥലം കോടികൾ മുടക്കി വാങ്ങിയതും. 2015 വിപണി വിലയേക്കാൾ ഇരട്ടി തുക കാണിച്ചാണ് സ്ഥലത്തിന്റെ മൂല്യം നിർണ്ണയിച്ചത്. ഔദ്യോഗിക വ്യവഹാരങ്ങൾക്ക് കളക്ടറാണ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്ന ചട്ടം ലംഘിച്ച് മല്ലപ്പള്ളി തഹസിൽദാറാണ് സെന്റിന് 75,000 രൂപ കമ്പോള വില കണക്കാക്കി വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതും. മുദ്രപത്രം, രജിസ്ട്രേഷൻ, ഡോക്യുമെന്റേഷൻ എന്നിവയ്ക്ക് ചെലവായ 10 ലക്ഷം രൂപ കോളേജ് വികസന സമിതി നൽകിയെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇതിലും സുതാര്യതയില്ല. രജിസ്ട്രേഷൻ, ഡോക്യുമെന്റ് ഫീസ് എന്നിവ ചെക്കായി നൽകാത്തതിലും സംശയമുളവാക്കുന്നു. വിപണി വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിയത് വഴി ദേവസ്വം ബോർഡ് വലിയ അഴിമതി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ വാല്യുവേഷൻ ചെയ്തു കൊടുക്കേണ്ട സ്ഥലത്തിന് എന്തുകൊണ്ടാണ് മല്ലപ്പള്ളി തഹസിൽദാർ വാല്യുവേഷൻ ചെയ്തു കൊടുത്തത്? അതും വിപണി വിലയിൽ നിന്നും വലിയ തുക രേഖപ്പെടുത്തിക്കൊണ്ട്. ഈ അഴിമതി കച്ചവടത്തിൽ മല്ലപ്പള്ളി തഹസിൽദാർക്കുണ്ടായ നേട്ടം എന്താണ്? സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ പുതിയ ലോകം പകർന്നു നൽകുകയാണ് കോഴിക്കോട് പുറക്കാടിലെ ശാന്തി സദനം എന്ന വിദ്യാലയം. നാടകരൂപത്തിൽ ഉൾപ്പെടെ ക്ലാസുകൾ പകർന്നു നൽകി കുട്ടികളിൽ മാറ്റത്തിന്റെ ചലനം കണ്ടെത്തിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് വിദ്യാലയത്തിലെ അധ്യാപകർ. ലോക ഭിന്നശേഷി ദിനമാണ് ഇന്ന്. ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പാടില്ലാത്തവരുടെ ദിനം. ഭിന്നശേഷിയുമായി ജനിച്ച് ജീവിതത്തോട് പോരാടുന്നവർ ഏറെ. ശാരീരികമോ മാനസികമോ ആയ ചില വൈകല്യങ്ങളെ തങ്ങളുടെ ജീവിതം കൊണ്ടും ചുറ്റുപാടുകൊണ്ടും ഒന്നുമല്ലാതാക്കി തീർക്കുകയാണ് കോഴിക്കോട് പുറക്കാടിലെ ശാന്തി സദനത്തിലെ 110ഓളം കുഞ്ഞുങ്ങൾ. ഓരോ കുട്ടിക്കും ഒരു വിദ്യാലയത്തിനപ്പുറം ഇതൊരു ലോകമാണ്. തങ്ങൾ പരിചയപ്പെടാത്ത പല വർണ്ണങ്ങളും തങ്ങളെ തേടിയെത്തിയ ലോകം. ഓരോ കുട്ടിയെക്കുറിച്ചും പഠിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അറിവും കാഴ്ചകളുമാണ് ഈ വിദ്യാലയം പകർന്നു നൽകുന്നത്. ക്ലാസുകൾ തിയേറ്റർ അപ്രോച്ചിൽ നൽകുന്നു എന്നതാണ് ശാന്തി സദനത്തിന്റെ ഒരു പ്രത്യേകത. ഒരു വർഷം 5 തീമുകൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നു. മഴയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ മഴയായും, മരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ മരമായും മാറുന്നു. ആ വേഷപ്പകർച്ചയിലൂടെ അവർക്കത് പഠിച്ചെടുക്കാനും സാധിക്കുന്നു. തിയേറ്റർ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് വലിയ മാറ്റം വരുന്നതായി അധ്യാപകർ തന്നെ പറയുന്നുമുണ്ട്. 10ഓളം അധ്യാപകരാണ് കുട്ടികൾക്ക് ഇവിടെ അറിവ് പകർന്നു നൽകുന്നത്. ഭിന്നശേഷിക്കാരായ 60ഓളം കുട്ടികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ചിത്രവർണ്ണ പമ്പരം എന്ന നാടകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
ഈ ഭിന്നശേഷി ദിനത്തിലും നമ്മൾ ഓർക്കേണ്ടത് ഒന്നാണ്: നാം അപൂർവമായി മാത്രമേ അവരെ നോക്കുന്നുള്ളൂ. അവർ സദാ നമ്മെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.